ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് വന്നതിൻ്റെ ശേഷം കുട്ടികൾ നാട്ടിൽ പോണതിൻ്റെ തലേന്നാണത്. അപ്പോൾ അവർക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ക്രീമും ന്യൂട്രലൊക്കെ കൂടി ഇട്ടുകാണ്ട് മിക്സ് ചെയ്ത് ഇത് ഒരു ബോട്ടിലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുകയും അപ്പോൾ നമ്മൾ അതുമായിട്ട് ഒന്ന് കേക്ക് ഉണ്ടാക്കാമെന്ന്. വലിയ കോട്ടയത്ത് ഞങ്ങൾ കുറിച്ചിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് 40-ാം കവലിൽ പോയിട്ട് ബ്രെഡിന് പോയതാണ്. അനിയത്തിൻ്റെ മകനും എൻ്റെ രണ്ടാമത്തെ മകനും കൂടി ബ്രെഡിന് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അവർ അവിടുന്ന് വിളിച്ചുകാണ് ചോദിച്ചു കേട്ടോ. വലിയ ബ്രെഡും ഉണ്ട്, കട്ട് ചെയ്യാത്ത ബ്രെഡും ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടും വാങ്ങിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു മരത്തിൻ്റെ പലകയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കട്ടിംഗ് ബോർഡിന് ബദൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കൊണ്ടുവന്നതാണ്. കട്ടിംഗ് ബോർഡ് എൻ്റെ അടുത്ത് ചില്ലിൻ്റെതാണ്. അപ്പോൾ ഇനി എക്സ്ട്രാ ഒന്ന് വാങ്ങും കൂടി വേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ക്രീം എന്ന് പറയാം. അപ്പോൾ ഞാനത് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അത് കുറേ ദിവസം ഇരിക്കൂട്ടെ ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ ഞാനിത് വെച്ചാൽ ഫ്രഷ് ക്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് നല്ലവണ്ണം അടിച്ചിട്ട് ന്യൂട്രലും കൂടിയും ചേർത്തുകാണ്ട് പീനട്ട് ബട്ടറും കൂടി ചേർത്തുകാണ്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കോട്ടയത്തേക്ക് പോകുമ്പോൾ ഒരു ബോക്സിലാക്കിയാണ്ടോ അല്ലെങ്കിൽ കുപ്പിയിലാക്കിയോ കൊണ്ടുപോകാൻ വിചാരിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളിവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു, ഒരു കേടും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതേ ബോട്ടിലേക്ക് തന്നെ ഒഴിച്ച് കാണ്ടാണ് കൊണ്ടുവരുന്നത്. അതിലേക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നു. അത് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത് തന്നെയാണ്. പിന്നെ ഉമ്മ 2 ഫ്രഷൻ ഫ്രൂട്ട് തന്നിരുന്നു. അപ്പോൾ ഞാനത് എന്താ വെച്ചാൽ തലേന്ന് അത് കട്ട് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ എനിക്ക് നല്ലോണം പഞ്ചസാര പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ആണ് ഞാൻ സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഉണ്ട് അരിഞ്ഞെടുക്കണം. അതിൻ്റെ സൈഡും നമുക്ക് യൂസ് ആവും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഗ്ലാസിൻ്റെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ചെയ്യുകയാണ്. ഗ്ലാസിൻ്റെ പാത്രത്തിൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനും കട്ട് ചെയ്യുമ്പോഴായാലും. അപ്പം അങ്ങനെ കംപ്ലീറ്റും ഒരു ലെയർ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്രീം നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിരത്തി കൊടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് ആ നിരത്തി കൊടുത്തതിന് ശേഷം നമ്മളെ ബീറ്റ്റൂട്ടിൻ്റെ സ്കോച്ച് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. അത് കുറച്ച് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും. ഇതാണ് ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഫ്രഷൻ ഫ്രൂട്ട് പഞ്ചസാര ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് നല്ല മിക്സ് ചെയ്തിട്ട് അത് നമുക്കതിൽ ഒരു ലെയറായിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ ഇതാണ് നിരത്തി കൊടുത്തത്. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടായി. ആദ്യം നമ്മൾ ക്രീമായിരുന്നു നിരത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായി. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. പക്ഷേ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഫ്രീസറിൽ വെച്ചു മാത്രം. ഇനി അതിൻ്റെ പൊടി ഞാൻ ആ ടേബിളൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടി എന്താ ചെയ്യേണ്ടത് കുറച്ച് നേരം സംശയിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് തന്നെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. സംശയിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ അതിൻ്റെ സൈഡെല്ലാം കൂടി മിക്സിയിൽ പൊടിച്ചിട്ട് ഒന്നുകൂടി ഒരു ഗ്ലാസ് സെറ്റിങ്ങും ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇതാ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്ലാസ്സിൽ സെറ്റാക്കി എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വറുത്ത് വെച്ചാൽ ഇപ്പോൾ ഞാനിത് കണ്ടോ ഗ്ലാസ്സിൽ ഇങ്ങനെ സെറ്റാക്കണത്. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണിത്. ആദ്യം നമ്മൾ ക്രീമായിരുന്നു ചേർക്കേണ്ടത് കേട്ടോ. ഇനി ഒരു ലെയർ ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പാല് കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ചേർക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലെയർ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ചും കൂടി നമ്മൾക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അതിൻ്റെ മേലെ ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അനിയത്തിൻ്റെ മകനാട്ടോ അതിങ്ങനെ പൊന്തിച്ച് കാണിച്ചു തരുന്നത്. അതിൻ്റെ മേലെ സ്കോച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ ചേഞ്ചിങ് ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ സെറ്റാക്കി എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിങ്ങനെ ക്രീം ചേർത്ത് കൊടുത്ത് ആദ്യം ഞാനിത് ഒഴിച്ചപ്പോൾ അനിയത്തിൻ്റെ മകനാണ് പറഞ്ഞത് ആദ്യം ബീട്രൂട്ടിൻ്റെ ഇത് ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ലൊരു ചേഞ്ചിങ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബീട്രൂട്ടിൻ്റെ ഇത് ചേർത്ത് കേട്ടോ എല്ലാം. ഇതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് റോള് പോലെ അതുപോലെ ലഡു പോലെ ആക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ടോ ഇങ്ങനെ ലഡു പോലെ ആക്കിയെടുക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാസ്സത്തെ അങ്ങനെ ചെയ്തു. ഇപ്പം ഞാൻ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് തുറന്ന് നോക്കാം. ഫ്രീസറിൽ വെക്കണം എന്നില്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ നമുക്ക് ഒരു ദിവസം വരെ വെക്കാം. ഫ്രീസറിൽ വെക്കണം എന്നില്ല, അത് ഇപ്പം തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചത്. ഫ്രിഡ്ജിലാണെച്ചെങ്കിൽ നമുക്ക് ഒരു ദിവസം വരെ വെക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു ലെയർ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ എൻ്റെ പേര് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ ബ്രെഡ് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മുട്ടയും എഗ് ബീറ്ററും ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.